PK പാറക്കടവ് പറഞ്ഞതുപോലെ ഈ ഒരു പ്രബുദ്ധമായ സാംസ്കാരിക കൂട്ടായ്മക്ക് ഈ കൂട്ടായ്മ മുന്നോട്ട് വച്ച ഏറ്റവും മൗലികമായ നമ്മുടെ കാലത്തെ മതനിരപേക്ഷ ജനായത്ത നിലപാടുകളോട് പൂർണ്ണമായും പൊരുത്തപ്പെടുന്ന ഈ ഒരു മൗലികമായ ആവശ്യത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ PT ഇവിടെ വളരെ വിശദമായി തന്നെ സംസാരിക്കേണ്ടായി. ഇനി ഒരുപാട് പേർ ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മയിൽ സംസാരിക്കാൻ ഇരിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ചൊരു സംഘർഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഇന്ത്യൻ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു നവഫാസിസ്റ്റ് പശ്ചാത്തലമാണ്. പത്രം വായിക്കുന്നവർക്ക്, റേഡിയോ കേൾക്കുന്നവർക്ക്, TV, സൈബർ സ്പേസ് ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർക്ക് ഇനി അതൊന്നും വേണ്ട. സ്വന്തം ഹൃദയത്തിൽ സ്വന്തം കൈവച്ച് മിടിപ്പിൽ വല്ല മാറ്റവും വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി കാതോർക്കാൻ കഴിയുന്നവർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലം വളരെ പെട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മേൽവിലാസം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൂടുതൽ വിവരണങ്ങളും വിശദീകരണങ്ങളും ഒന്നും ആവശ്യമില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഏതൊരു ജനാധിപത്യ പ്രക്ഷോഭത്തെയും റാഞ്ചിയെടുക്കാൻ ആകാശത്തിൽ കണ്ണും നട്ട് പറന്നു കളിക്കുന്ന നവഫാസിസ്റ്റ് കഴുകന്മാരിൽ നിന്ന് ഇതിനെ പ്രതിരോധിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടി തീർച്ചയായിട്ടും നമുക്കുണ്ട് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, വളരെ ജനാധിപത്യപരമായ ഈ ഒരു കാഴ്ചപ്പാടിനോട് മതസംഘടനകൾ പുലർത്തുന്ന നിലപാടിനെ കുറിച്ചാണ്. അതിൽ ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ച ഒരു മതസംഘടനയുടെ നിലപാടിൽ ഞാൻ പോസിറ്റീവായി കണ്ട ഒരു കാര്യം, ഇതേക്കുറിച്ചുള്ള വൈജ്ഞാനിക ദൈക്ഷണിക സംവാദത്തിന് വേദി ഒരുക്കുമെന്നാണ്. അത് സ്വാഗതാർഹമാണ്. അതാണ് അനിവാര്യമായും വേണ്ടത്. അങ്ങനെ വൈജ്ഞാനിക ദൈക്ഷണിക സംവാദത്തിന് വേദി ഒരുക്കിയാൽ അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ഏതൊരാളും ഈ പറഞ്ഞ നിയമങ്ങളുടെ പരിഷ്കരണം എന്നതിൽ ഐക്യപ്പെടേണ്ടി വരും. എന്നാൽ അതിൽ മറ്റൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ജനാധിപത്യവുമായി എത്രയായിട്ട് പൊരുത്തപ്പെടുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നത് ചില മുസ്ലിം പേരുകാരെ, ഇത് മുസ്ലിം പേരുകാരുടെ പ്രശ്നമല്ല, ഇതിൽ വിശ്വാസികൾ, വിശ്വാസമില്ലാത്തവർ, വിവിധ മതത്തിൽപ്പെട്ടവർ, ഒരു മതത്തിലും പെടാത്തവർ, അവർക്കൊക്കെ ഐക്യപ്പെടാം. അവർ മതനിരപേക്ഷ ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഐക്യപ്പെടാം. അതിന് പകരം ഈ ഒരു സമ്മേളനത്തെ ചില മുസ്ലിം പേരുകാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന, എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും സ്വന്തമായി ഒരു കർത്തൃപദവിയും ഇല്ലെന്നും ആരൊക്കെയോ പിറകിൽ നിന്ന് അവരെ കളിപ്പിക്കുകയാണെന്നും അവർ മുസ്ലിം പേരുകാർ മാത്രമാണെന്നും അതേക്കുറിച്ചൊരു വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിം പേരുകാരും മുസ്ലിം പൊരുളുകാരും, അതായത് ഈ പറഞ്ഞ എല്ലാ പൊരുളും ഉൾക്കൊള്ളുന്ന കുറെ ആൾക്കാരും ഒരു പൊരുളുമില്ലാത്ത വെറും പേരുകാരായി കുറെ ആളും എന്ന് പറയുന്നതിൽ 3 തരത്തിലുള്ള ന്യൂനതകളുണ്ട്. അതിലൊന്ന് തിയോളജിക്കലാണ്, ദൈവശാസ്ത്രപരമാണ്. രണ്ടാമത്തേത് ഹിസ്റ്റോറിക്കലാണ്. മൂന്നാമത്തേത് തീർത്തും പേഴ്സണലാണ്, വ്യക്തിപരമാണ്. ഞാൻ രണ്ടാമത്തെ ഹിസ്റ്റോറിക്കലായ കാരണത്തെക്കുറിച്ച് ഒന്നാമത് പറയാം. അത് ഈ പേരുകാർ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ പോലും പ്രസക്തമല്ല. കാരണം ഇസ്ലാം മത വിശ്വാസികളായി പരമ്പരാഗത മുസ്ലിം പേരുകളില്ലാത്ത ഒരു വിഭാഗം ഇപ്പോൾ കേരളത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മുസ്ലിം പേരുകാർ, പൊരുളുകാർ എന്ന വിഭജനം അപര്യാപ്തമാണ്. ഇനി ചില രാജ്യങ്ങളിൽ, മുസ്ലിങ്ങൾ വളരെയേറെ താമസിക്കുന്ന ഇന്തോനേഷ്യയിൽ മുസ്ലിങ്ങളിൽ പലരുടെയും പേര് രാമൻ സീത എന്നുമാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ അസ്കർ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു മൗലവി എന്നാണ്. കേരളത്തിൽ കേട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേട്ടാൽ വിഷ്ണു മൗലവി എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക പണ്ഡിതനാണോ? പക്ഷെ അപ്പോഴും ഞാനൊരു ബ്രാക്കറ്റ് പറയുന്നത്, പേര് സ്വയം സ്വീകരിക്കാനല്ലാതെ മുഖ്യധാരാ സംസ്കാരത്തിന്റെ പേരിലോ ഏതെങ്കിലും നിയമത്തിന്റെ പേരിലോ പേര് അടിച്ചേൽപ്പിക്കുന്നത്, പേര് മായ്ച്ചു കളയുന്നത് അത് ജനാധിപത്യപരമല്ല. പക്ഷേ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ പേരിലുള്ള ആ കടുംപിടുത്തം അവസാനിക്കുകയും ആളുകളുടെ വിശ്വാസമായും പേര്, പല രീതിയിലുള്ള പേരുകൾ, നമ്മൾ പേരിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അതൊന്ന്. ഇനി തിയോളജിക്കലായി ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ,
ഈ പൊരുളുകാരായ മുസ്ലിങ്ങൾ, പേരുകാരായ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന മതരഹിത മാർക്സിസ്റ്റുകളെ കുറിച്ചല്ല, മറിച്ച് വിശ്വാസികളായ മുസ്ലിങ്ങൾ ഈ സമരത്തിൽ ജനായത്വത്തിന്റെ കൂടെ ഒരുപാട് പേർ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ, നേരത്തെ PT സൂചിപ്പിച്ചു, അവരുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ഏതെങ്കിലും മതസംഘടനകൾക്ക് കഴിയില്ല. തിയോളജിക്കലായിട്ട്, ദൈവശാസ്ത്രപരമായിട്ട്, അത് ആത്യന്തികമായി ദൈവശാസ്ത്രപരമായി പ്രാഥമിക ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്കറിയാം, നിരവധി മതസംഘടനകൾ തമ്മിൽ തന്നെ തർക്കമുണ്ട്. അവർ പരസ്പരം പുറത്താക്കുകയും അകത്താക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ അന്തിമമായ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നാണ് എന്നതാണ് തിയോളജിക്കലായുള്ള നിലപാട്. ആ നിലപാടിനെതിരാണ് തീർച്ചയായിട്ടും പേരുകാരും പൊരുളുകാരും എന്ന അർത്ഥത്തിലുള്ള ആ വിഭജനം. മൂന്നാമത്തേത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഓരോരുത്തരുമാണ് അവരുടെ വിശ്വാസം അത് എത്രത്തോളം ആഴമുള്ളതാണ്, തൊലിപ്പുറമേ ഉള്ളതാണ് എന്ന് ആത്യന്തികമായി പറയാൻ കഴിയുക ഓരോരുത്തർക്കുമായിരിക്കും. അതിന് മറ്റുള്ളവർക്ക് മാനദണ്ഡമാവാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായൊരു പ്രയോഗം ആവർത്തിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ തത്വചിന്തയും എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയാണ്, സമാധാനമാണ്, സംതൃപ്തിയാണ്, ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വൈദികമായും ലൗകികമായും നമ്മൾ നടത്തുന്ന എല്ലാ കർമ്മങ്ങളുടെയും ആകത്തുക ഈ പറഞ്ഞ സംതൃപ്തിയും സമാധാനവുമാണ്. അവസാനത്തെ ഒരു വാചകമുണ്ട്, ഒരു സമുദായം എത്ര കണ്ട് ആന്തരികമായ പരിഷ്കാരത്തിലൂടെ കടന്നു പോകുന്നുവോ, ആന്തരികമായ പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നുവോ, അത്രയായിരിക്കും അവരുടെ സംതൃപ്തിയും സുരക്ഷിതത്വവും. ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത് നമ്മുടെ കാലത്തിനോട്, കാലത്തെ വികസിച്ച മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്ന തരത്തിൽ ഏത് സമുദായവും മുസ്ലിം സമൂഹമടക്കം ആന്തരികമായ ഒരു നവീകരണത്തിന്, പരിഷ്കരണത്തിന്, പരിവർത്തനത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ആ സമുദായത്തിൻ്റെയും മുഴുവൻ ജനസമൂഹങ്ങളുടെയും സംതൃപ്തിയും സുരക്ഷിതത്വവുമായി തീരും. വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു അനുബന്ധം ഇന്ന് ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ ഫറൂഖ് കോളേജിലെ ഞങ്ങളുടെ സുഹൃത്തായ പ്രിൻസിപ്പലായ ഡോക്ടർ KN നസീറിനോട് അദ്ദേഹം മുമ്പൊരു പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ ഒരു കൃത്യതയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 48-ലാണ് ഫറൂഖ് കോളേജ് തുടങ്ങുന്നത്, ഒറ്റ പെൺകുട്ടിയുമില്ല. 9 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് പെൺകുട്ടി വന്നു തുടങ്ങിയത്. പക്ഷെ ഇപ്പം 2023 4000 കുട്ടികളാണ് മൊത്തത്തിലുള്ളത്. അതിൽ 3000 കുട്ടികൾ പെൺകുട്ടികളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫിൽ 35% തീർച്ചയായിട്ടും സ്ത്രീ മനുഷ്യരാണ് എന്നും പറയുകയുണ്ടായി. ഞാൻ പറയുന്നത്, പഴയ കാലത്ത് നിന്ന് എല്ലാ അർത്ഥത്തിലും മുന്നേറിയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നത് ഇപ്പം ചെറുവണ്ണൂർ ഭാഗത്താണ്. ഒരു 5-6 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു, കൃത്യം കൊല്ലം ഉറപ്പില്ല, പത്രത്തിൽ വന്നൊരു വാർത്ത, ടെലിവിഷൻ സെറ്റ് ഉപയോഗിച്ചതിന് ഫറൂഖ് പള്ളിയിൽ നിന്നൊരു മൗലവിയെ പുറത്താക്കി എന്നാണ്. അത് ഓർത്ത് ചിരിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ പൊട്ടിക്കരയുകയോ എന്തൊക്കെ വേണോ അതൊക്കെ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആദ്യം കുറച്ചേരം ചിരിച്ചിട്ട് പിന്നെ കുറേ പൊട്ടിച്ചിരിച്ചിട്ട് എന്താണ് ഇന്ന്, എന്താണ് അന്നത്തെ ആ അവസ്ഥ, അതിനെ ന്യായീകരിച്ചതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കെങ്കിലും അത് ന്യായീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മതതത്വങ്ങൾ നമുക്കറിയാം, അതിൽ എല്ലാ കാലത്തും ഇടപെടൽ, നേരത്തെ ഇവിടെ PT വളരെ വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ച് എല്ലാ കാലത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും മാറ്റങ്ങൾ വരും. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രെഡറിക് ജെയിംസന്റെ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട്, എല്ലാതരം വായനകളുടെയും എല്ലാതരം വ്യാഖ്യാനങ്ങളുടെയും അന്തിമമായ ചക്രവാളം രാഷ്ട്രീയമാണ് എന്നാണ് ഫ്രെഡറിക് ജെയിംസൺ പറയുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും അനിവാര്യമായും നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അനുബന്ധമായിട്ട് ഒരു വാചകം കൂടി ചേർക്കാം. ബൈബിളില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഖുറാനിലും ഒക്കെ അലി ശരീഅത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോഷ്യോളജി ഓഫ് ഇസ്ലാം എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ, അതായത് പല ചിന്തകന്മാരും ജീവിതത്തിന്റെ കൃത്യത വെളിപ്പെടുത്താൻ വേണ്ടി ഗ്രീക്ക് ഇതിഹാസത്തിൽ നിന്നൊക്കെ
ഇതിഹാസ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയമുണ്ട്. പ്രോമത്യൂസ് ഉണ്ട്, അപ്പോളോ ഉണ്ട്, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ, അവരെയൊക്കെ ആശ്രയിക്കാറുണ്ട്. അത് പ്രസക്തമാണ്. അതുപോലെ ഇസ്ലാമിക ഇതിഹാസത്തിലും അദ്ദേഹം ഖുറാനെയാണ് പറയുന്നത്, ബൈബിളിനെയാണ് പറയുന്നത്, അതിലും ഇതുപോലെ ഇതിഹാസ കഥാപാത്രങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് ആദം നബിയുടെ മക്കളെയാണ്. 2 മക്കൾ, ഖാബീലും ഹാബീലും. അവർക്ക് 2 സഹോദരിമാർ. അവർ വിവാഹം കഴിക്കുന്നത് ഈ 2 സഹോദരിമാരാണ്. എന്നാൽ കാബീലിന് തനിക്ക് ലഭിച്ച സഹോദരിയിൽ തൃപ്തി ഉണ്ടായില്ല. അവർ തമ്മിൽ തർക്കമായി. ഒരുപക്ഷെ ആദ്യത്തെ തർക്കം. ആ തർക്കം പരിഹരിക്കാൻ അവർ തങ്ങളുടെ പിതാവിന്റെ അരികെ ചെന്നു. പിതാവ് ആ തർക്കം പരിഹരിക്കാൻ 2 പേരോടും ദൈവത്തിന് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ദൈവം ആരുടെ ബലിയാണോ സ്വീകരിക്കുന്നത് ആ സഹോദരിയിൽ അവർ തൃപ്തയായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ബലി അർപ്പിച്ചു. അതിൽ ഹാബീൽ കാലി വളർത്തൽകാരനായിരുന്നു. അദ്ദേഹം തന്റെ ഒട്ടകക്കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഒട്ടകത്തെ സമർപ്പിച്ചു. മറ്റേയാൾ കൃഷിക്കാരനായിരുന്നു. ധാന്യങ്ങളില്ലാത്ത ഒരു ഉണങ്ങിയ കറ്റയാണ് അയാൾ ദൈവത്തിന് സമർപ്പിച്ചത്. ദൈവത്തിന് നല്ല നോട്ടമുണ്ട്. അതുകൊണ്ട് ആ ഉണങ്ങിയ കറ്റ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായില്ല. ബലം നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. തർക്കമുണ്ടായി. ഭൂമിയിൽ ആദ്യത്തെ കൊല നടന്നു. ഇത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഹാബീലും കാബീലും ഒരേ സാഹചര്യത്തിൽ വളർന്നവരാണ്, ഒരേ വിദ്യാഭ്യാസം ലഭിച്ചവരാണ്, ഒരേ മതകാഴ്ചപ്പാട് പുലർത്തിയവരാണ്. എന്നിട്ടും അവരുടെ നിലപാടിൽ എന്തുകൊണ്ട് മാറ്റം വന്നു? ഒരേ മതം, ഒരേ രക്ഷിതാക്കൾ, ഒരേ അന്തരീക്ഷം, ഒരേ പഠനം, എന്നിട്ടും എന്തുകൊണ്ട് കാഴ്ചയിൽ മാറ്റം വന്നു? ഒറ്റ കാരണമാണ്. അത് വർഗസമരവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ഇടയരുടെ ജീവിതമാണ്. അതിൽ മേച്ചിൽ സ്ഥലങ്ങളൊക്കെ എല്ലാവരുടേതുമാണ്. മറ്റത് കൃഷിക്കാരന്റെ ജീവിതമാണ്. അത് സ്വകാര്യ സ്വത്തിന്റെ ഒരു ജീവിതമാണ്. ആ സ്വകാര്യ സ്വത്തിന്റെ ഒരു ചൂഷക മനസ്ഥിതിയിൽ നിന്നാണ് ദൈവത്തെ പോലും ധാന്യങ്ങളില്ലാത്ത ഉണങ്ങിയ കറ്റ കൊടുത്തുകൊണ്ട് പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാവുന്നത്. അത് ആദ്യത്തെ വർഗസമരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നതിന്റെ അടയാളമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ ഈ ഒരു വ്യാഖ്യാനം ഒരു പണ്ഡിതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലി ശരീഅത്തി ഒന്നും അതിന് മുസ്ലിമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ദൈക്ഷണികളിൽ ഒരാൾ, യാങ് പോൾ സാർത്തിനോട് മതസംബന്ധമായ സംവാദം നടത്തിയ ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് എത്രയോ അലസമായി, അത് വായിച്ചിട്ടോ അതേക്കുറിച്ച് ആലോചിച്ചിട്ടോ ഒന്നുമല്ല, അതിലടങ്ങിയിട്ടുള്ള തത്വം പരിഗണിച്ചിട്ടല്ല. അദ്ദേഹം പറഞ്ഞു അത് അതേപോലെ അലസമായിട്ട് ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണാതെ ആഴത്തിലുള്ള ഒരു വൈജ്ഞാനിക സംവാദത്തിന്റെ ഒരു അന്തരീക്ഷമായി തീരാൻ ഈ സമ്മേളനത്തിന് കഴിയും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു KEN. അടുത്തതായി